ഹായ് ഗൈസ്, അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു വിനോദയാത്ര ഞങ്ങൾ പോയ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് പഴയ ഒരു വീഡിയോ ആണ്, ഡിസംബറിൽ പോയതാണ്. അപ്പോൾ അന്നത്തെ വൈബാണ് ഇതെല്ലാം, ഞങ്ങളെ വൈബ് ടീമാണിത്. ഈ വൈബ് ടീമിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ചേച്ചിയമ്മയാണ്. ഇത് നമ്മൾ അമ്പൂത്തിയുടെ ഫ്രണ്ട്. ഇതാണ് ചേച്ചിയമ്മ, നമ്മളെ ഗ്രേറ്റ് ടീം ലീഡർ. അപ്പം അങ്ങനെ വയനാടോട്ട് പോയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റിസോർട്ട് കാണുന്നത്. ആ റിസോർട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണക്കാരി എന്ന് പറയുന്നത് ചേച്ചിയമ്മയായിരുന്നു. ഹോസ്റ്റലിൽ അങ്ങനെ പിടിച്ച് ഇരിക്കുന്ന സമയത്ത് ചേച്ചിയമ്മയാണ് എന്നെ പൊക്കിക്കൊണ്ട് പോകുന്നത്. എന്ന് ഞങ്ങളെ കൂടെ വന്നു. അപ്പോൾ ഇത് വയനാട് ചുരം കയറിയ ടൈമിലുള്ള വീഡിയോസാണ്. ഇതൊക്കെ കുറേ വീഡിയോസ് മിസ്സായി, കുറേ വീഡിയോസ് കയ്യിൽ നിന്ന് പോയി. അങ്ങനെയാണ് ഒരു അടിപൊളി വൈബായിരുന്നു കേട്ടോ ആ ഒരു യാത്ര. ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കൂല. അപ്പം അങ്ങനെ ഞങ്ങൾ വയനാട് ആ ചുരത്തിൽ നിന്ന ടൈമിലുള്ളതാണ്. ഇത് നമ്മൾ റിസോർട്ടാണ്, മുത്തങ്ങയിലാണ് നമ്മൾ റിസോർട്ടായിരുന്നത്. അപ്പോൾ ആ റിസോർട്ടിൻ്റെ സൈഡ് പേര് ഞാൻ മറന്നു കേട്ടോ. ഞാനത് മെൻഷൻ ചെയ്തേക്കാം, ലൊക്കേഷനിൽ മെൻഷൻ ചെയ്തേക്കാം ആ റിസോർട്ട്. അപ്പോൾ അവിടെ ബോട്ടിങ്ങിന് നൈറ്റ് എല്ലാവരും കൂടെ കയറി ഇരുന്നിട്ട് ബോട്ട് നീങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും താളം തൈ കളിക്കുന്നതാണ് ഈ വീഡിയോ. നിവർത്തി കെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയിട്ട് ഉന്തിയിട്ടൊന്നും നീങ്ങാതെ മറിഞ്ഞു പോകുമെന്ന് അറിഞ്ഞൂടാതെ ബോട്ട് നിന്ന് കറങ്ങുന്നുണ്ട്. ആൾക്കാർ കൂടിയാൽ പിന്നെ ഇങ്ങനെ ഇരിക്കൂലേ. അപ്പം അതാണ് ഈ സംഭവം. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒറ്റയ്ക്കൊരു യാത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു റിസോർട്ട് കണ്ടിട്ടില്ല. അപ്പോൾ റിസോർട്ട് കാണണമെന്നുള്ളൊരു ആഗ്രഹം കുറേ നാളായിട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പം അതിന് ചുക്കാൽ പിടിച്ചത് ചേച്ചിയമ്മയായിരുന്നു. പിന്നെ ഇത് നമ്മളെ ഈവനിങ് നൈറ്റ് ക്യാമ്പ് ഫയർ ആയിരുന്നു. ക്യാമ്പ് ഫയറൊക്കെ സൂപ്പറായിരുന്നു. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പം അത് ഒരു അടിപൊളി വൈബായിരുന്നു. എല്ലാവരും കൂടി ആയിട്ട് ചില്ല് ചെയ്ത് വൈകുന്നേരം ആ തണുപ്പത്തേർന്ന് തുള്ളലും മറിയലും ഒരു രസമായിരുന്നു. നമ്മളെ ഗ്യാങ്ങാണ് ഇവരെല്ലാവരും. അപ്പം അതൊക്കെ ഒരു എന്താ പറയാനായിട്ട് മറക്കാത്ത കുറേ നല്ല ഓർമ്മകളാണ്. പിന്നെ ഇതിൻ്റെ പിന്നിൽ കിടക്കുന്ന വോയിസ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് തരും, കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് ഒന്നും ആഡ് ചെയ്യാത്തത്. അപ്പം ഇത് നമ്മളെ എൻജിനീയറിംഗ് സെക്ഷനിലാണ് പോയതാണ് കേട്ടോ. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. കാരണം കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ കാണുമ്പോഴൊരു ത്വരയാണല്ലോ നമുക്ക് എപ്പോഴും. പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ നമ്മളിങ്ങനെ ചുറ്റിലും കുറേ ദൂരം ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നടന്ന് ഇപ്പം ഈ മാനുകളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ അടുത്ത് നല്ലൊരു തണുപ്പുണ്ടായിരുന്നു ആ ടൈമിൽ. ചെറിയൊരു തണുപ്പ്, നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പാണ്. പക്ഷേ ആ ഒരു ചെറിയ തണുപ്പിൽ ഇങ്ങനെ രാവിലെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞൊക്കെ നടക്കുന്നത് ഒരു ഭയങ്കര ഒരു വൈബായിരുന്നു. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പിന്നെ മാന് അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ നമ്മളവിടെ തന്നെ അമ്പലവയലിലെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ പോലൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പുഷ്പോത്സവം അങ്ങനെ എന്തോആണ് സംഭവം, ഞാൻ മറന്നുപോയി, കുറേ നാളായി പോയിട്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസാണ് അവിടെ കണ്ട ഭംഗിയുള്ള കുറച്ച് ചെടികളുടെ ഒരു ഫോട്ടോയാണ് കേട്ടായത്. പിന്നെ ഇതിൽ അവസാനം കാണുന്ന ഒരു ചെടിയുണ്ട്, എന്താണ് എവർഗ്രീൻ. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. ഈ എവർഗ്രീന് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കുറേ അന്വേഷിച്ചിട്ട് അത് കിട്ടാണ്ടായിട്ട് അവിടെ നിന്ന് ഞാൻ തൈ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു.